ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ടൊരു വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ടാണിത്. ഞാനൊരു ഫീഡിങ് മദറാണ്. ഞാൻ എൻ്റെ ഹെൽത്തും കുഞ്ഞിൻ്റെ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഈ വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്തത്. പല ഡയറ്റ് പ്ലാൻ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. പക്ഷേ ഈ ഒരു ഡയറ്റിൽ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. എൻ്റെ 5 kg ആണ് എനിക്ക് ഈ ഒരു 1 month കൊണ്ട് കുറഞ്ഞിരിക്കുന്നത്. എൻ്റെ സ്റ്റാർട്ടിങ് വെയ്റ്റ് 80 കിലോ ആയിരുന്നു. ഇപ്പോൾ എൻ്റെ വെയ്റ്റ് 75 kg ആണ്. ഇതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു റിസൾട്ടാണ്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് തന്നെയാണ് ഈ വെയ്റ്റ് എൻ്റെ ഇത്ര കുറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ഫുഡ് കഴിക്കാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ 4 നേരം കഴിക്കുന്നുണ്ടായിരുന്നു ഫുഡ്. പക്ഷേ ഞാൻ 4 നേരം കഴിക്കുമ്പോൾ ഞാൻ കഴിക്കുന്ന ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കരുതി ഇതെന്നെ കൊണ്ട് പറ്റില്ല, ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും എന്നൊക്കെ കരുതി. നമ്മൾ ഇത്രയും നാൾ ഫുഡ് നല്ലപോലെ കഴിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് വരുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ നമ്മളൊരു 1 വീക്കൊക്കെ ഇത് പോയി കഴിയുമ്പോൾ നമ്മളങ്ങ് സെറ്റാവും. ഈ ഡയറ്റിനോട് നമ്മളങ്ങ് ഓക്കെ ആയി പോവും. ഫുഡ് കൺട്രോൾ ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു വെയിറ്റ് ലോസ് ഉണ്ടായെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ഇതിൻ്റെ കൂടെ വർക്കൗട്ടും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ 1 വീക്കിൽ ഞാൻ വാക്കിംഗ് ആണ് ചെയ്തത്. ഇത്രയും നാൾ വർക്കൗട്ട് ചെയ്യാതിരുന്നിട്ട് പെട്ടെന്ന് കാർഡിയോ പോലുള്ള വർക്കൗട്ട് ചെയ്യുമ്പോൾ അതെന്തായാലും ബോഡീനെ വീക്കാക്കും. പിന്നെ എൻ്റെ ഒരു നേച്ചർ വെച്ച് എനിക്ക് ഒരു വർക്കൗട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബോറാവും. അങ്ങനെ ബോറായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വെയിറ്റ് ലോസ് ജേണി എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, സ്റ്റോപ്പ് ആക്കേണ്ടി വരും. അതിന് ഞാൻ എന്നെ ബോറാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ദിവസം ഓരോരോ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നടക്കുവാണെങ്കിൽ നാളെ സൂംബ ചെയ്യുക, അത് കഴിഞ്ഞ് എയറോബിക്സ്, അത് കഴിഞ്ഞ് പിന്നെ വാക്കിങ്ങിൽ, പിന്നെ വർക്കൗട്ട്, പിന്നെ കാർഡിയോ. ഓരോ വീക്കിലും ഞാൻ ഇതുപോലെ ഓരോരോ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് അത്ര ബോറിങ് ഫീൽ ചെയ്തിട്ടില്ല. ചില ദിവസങ്ങളിൽ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ മടി വരുന്ന ദിവസങ്ങളിൽ ഞാൻ വാക്കിംഗ് ആണ് ചൂസ് ചെയ്യാറുള്ളത്. 10,000 സ്റ്റെപ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാക്സിമം ഞാൻ 6,000 സ്റ്റെപ്പിൽ നടക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാറുണ്ടായിരുന്നു. അത് ഒരുപാട് വെയിറ്റ് ഒന്നും എടുക്കുകയല്ല, ഒരു 2.5 kg ഒക്കെ വെയിറ്റ് ഞാൻ എടുക്കാറുണ്ടായിരുന്നു. വുമൻസ് മസ്റ്റായിട്ട് വെയിറ്റ് ട്രെയിൻ ചെയ്യണം. ഈ വെയിറ്റ് ട്രെയിൻ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മസിൽസിനും നമ്മുടെ ബോൺസിൻ്റെ ഒക്കെ സ്ട്രെങ്ത് കൂട്ടും. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓവർ വെയിറ്റ് ആയിട്ടുള്ള വുമൻസ് സ്റ്റാർട്ടിങ്ങിൽ ഓടാനും ചാടാനും ഒന്നും ചെയ്യാതെ വെയിറ്റ് ട്രെയിൻ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇത്ര വെയിറ്റ് വെച്ച് ചാടാനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മുട്ടുവേദന, നടുവേദന, അതുപോലത്തുള്ള പെയിൻസ് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടും. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേണിയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ കഴിച്ചിരിക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാർ കാണുക. ഞാൻ ചെയ്ത വർക്കൗട്ട് ഏതാണൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.